ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോണാണ് വണ്ടി. എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, അതായത് ഫോർക്ക് ഓയിൽ ലീക്കായിരുന്നു. അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ്ങും മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചാനാണ്. ഹാൻഡിൽ ബെയറിംഗ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പിട്ട് ഈ ബോൾ ഇതിൻ്റെ അടിയിലത്തെ കോണമൊക്കെ നോക്കുമ്പോൾ പറയാം കറക്റ്റ് ആ ബോൾ കിടന്ന ഭാഗം ഒരു കുഴി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ഓടിക്കുമ്പോൾ ടൈറ്റ് അനുഭവപ്പെട്ടതും ചെറിയ അടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബെയറിങ് സെറ്റപ്പ് അടി അത് ബോൾ റൈസർ കിറ്റായിട്ടാണ് വരാം, അത് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ ഫോർക്കിൻ്റെ ഓയിൽ സീൽ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിനെ ശരിക്കും പറഞ്ഞാൽ ഫോർക്ക് പൈപ്പ് ഡാമേജാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ കറക്റ്റ് ആ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ പ്ലേറ്റിങ്ങിൻ്റെ ഭാഗത്ത് ഒരു കുത്ത് പോലെ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഉണ്ടോ ആ പ്ലേറ്റിങ് പോകണതാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ലീക്കേജ് കാണിച്ചത്. മറ്റേ രണ്ടാമത്തെ പൈപ്പിൻ്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ മാർക്ക് ചെയ്തേക്കണതിൻ്റെ ഭാഗത്ത് ഇവിടെ ഈ മാർക്ക് ചെയ്യണ ഭാഗത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെയും സെയിം ഇത് തന്നെയാണ് സംഭവിച്ചതാണ്. 1-2 കുത്തുകൾ നമുക്ക് തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ 2 ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റിയിട്ട് ഓയിൽ സീൽ മാറ്റിയാലാണ് നിൽക്കുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി നമുക്ക് പൈപ്പ് വർക്ക് ചെയ്ത് ആ പ്ലേറ്റിങ്ങിൻ്റെ കട്ടി കുറഞ്ഞ് അങ്ങനെ സ്ക്രാച്ചസ് വന്നതാണ് അത് ശരിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഓയിൽ ലീക്കായിട്ട് വന്ന് നിൽക്കും, ആ ഭാഗത്ത് പൊടി നിൽക്കുന്നുണ്ടാവും. ആ പൊടിയും കൂടി ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ക്രാച്ചസിലേക്ക് പോകും, അങ്ങനെയാണ് കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ നിലവിൽ നമുക്ക് ഈ 2 ഫോർക്ക് പൈപ്പും അതിൻ്റെ ഓയിൽ സീലുകൾ മാറ്റി റീസെറ്റ് ചെയ്താൽ തന്നെയാണ് ആ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. അപ്പോൾ ഞാൻ ആ എസ്റ്റിമേറ്റ് പറഞ്ഞാണ് എസ്റ്റിമേറ്റിൽ ഫോർക്ക് പൈപ്പിനെ വേണ്ടി അഡീഷണൽ വരും നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂടി ഉൾപ്പെടുത്തിയുള്ള അഡീഷണൽ എസ്റ്റിമേറ്റ് അതുകൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.